നമസ്കാരം. നിങ്ങൾ വിദേശത്ത് നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് വന്ന് താമസിക്കുന്ന ഒരാളാണോ? എങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ കാര്യം നിങ്ങൾക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ സ്വിസ് പെൻഷനെക്കുറിച്ചും അതിൽ വരാൻ സാധ്യതയുള്ള ചില വിടവുകളെക്കുറിച്ചും നമുക്കൊന്ന് സംസാരിച്ചാലോ? അപ്പോൾ എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. നിങ്ങൾ 21 വയസ്സ് കഴിഞ്ഞാണോ സ്വിറ്റ്സർലൻഡിലെത്തിയത്? അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ പെൻഷൻ നിങ്ങൾ വിചാരിക്കുന്നതിലും കുറവായിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ സ്വിസ് സ്റ്റേറ്റ് പെൻഷൻ സിസ്റ്റം ഇവിടെ വൈകി എത്തുന്നവർക്ക് അത്രയ്ക്ക് അനുകൂലമായിട്ടല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പെൻഷൻ തുക കുറയാൻ പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. ശരി, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു അടിസ്ഥാനത്തിലേക്ക് കടക്കാം. ഈ പ്രശ്നത്തിൻ്റെ എല്ലാം മൂലകാരണം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു 44 വർഷത്തെ നിയമമാണ്. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായൊരു കണക്കാണെന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. ഇതാണ് ആ നിയമം. സ്വിസ് സ്റ്റേറ്റ് പെൻഷൻ സിസ്റ്റം, നമ്മൾ AHV എന്ന് പറയും. അതനുസരിച്ച് നിങ്ങൾ 21 വയസ്സ് മുതൽ 65 വയസ്സുവരെ ഇവിടെ ജീവിച്ച് കൃത്യം 44 വർഷം പെൻഷൻ ഫണ്ടിലേക്ക് പണം അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു മുഴുവൻ പെൻഷൻ കിട്ടുകയുള്ളൂ. ഈ 44 വർഷം എന്ന കണക്കാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ നഷ്ടപ്പെടുന്ന വർഷങ്ങൾ നിങ്ങളുടെ പോക്കറ്റിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അതായത് ഓരോ വർഷത്തെ വിടവിനും നിങ്ങൾ നൽകേണ്ടി വരുന്ന വില അത്ര ചെറുതൊന്നുമല്ല. ഈയൊരു സംഖ്യ ശ്രദ്ധിക്കുക. -2.3%. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഓരോ വർഷത്തിനും നിങ്ങളുടെ മൊത്തം പെൻഷനിൽ നിന്ന് ഏകദേശം 2.3% വെച്ച് കുറയും. ഇതൊറ്റയടിക്ക് കേൾക്കുമ്പോൾ ഒരു ചെറിയ സംഖ്യയായി തോന്നാം, പക്ഷേ വർഷങ്ങൾ കൂടുന്തോറും ഇതൊരു ഭീമമായ നഷ്ടമായിട്ട് മാറും. ഈ കണക്കുകളിലേക്കൊന്ന് നോക്കൂ. നിങ്ങളൊരു 30-ാം വയസ്സിലാണ് സ്വിറ്റ്സർലൻഡിലെത്തിയതെങ്കിൽ നിങ്ങളുടെ പെൻഷനിൽ ഏകദേശം 21% കുറവുണ്ടാകും. ഇനി നിങ്ങൾ 40-ാം വയസ്സിലാണ് എത്തിയതെങ്കിലോ നഷ്ടം ഏകദേശം 44% 45 വയസ്സിലെത്തിയ ഒരാൾക്ക് പകുതിയിൽ കൂടുതൽ പെൻഷനാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഈ ചാർട്ട് കണ്ടാൽ കാര്യം കൂടുതൽ വ്യക്തമാകും. ഒരു 30 വയസ്സിൽ സ്വിസ്സിലെത്തിയ ഒരാൾക്ക് കിട്ടേണ്ട പരമാവധി പെൻഷനായ 2520 സ്വിസ് ഫ്രാങ്കിന് പകരം കയ്യിൽ കിട്ടുന്നത് മാസം ഏകദേശം 2000 ഫ്രാങ്ക് മാത്രമായിരിക്കും. അതായത് ഓരോ മാസവും 500 ഫ്രാങ്കിൽ കൂടുതൽ നഷ്ടം. അപ്പോൾ പരിഹാരങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് ഈ പ്രധാനപ്പെട്ട സംഖ്യകൾ ഒന്ന് മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ്. 2025 കണക്കുവെച്ച് ഒരാൾക്ക് കിട്ടാവുന്ന പരമാവധി പെൻഷൻ 2520 ഫ്രാങ്കാണ്. പിന്നെ ഏറ്റവും കുറഞ്ഞ വാർഷിക വിഹിതം 530 ഫ്രാങ്കും. ഈ കണക്കുകൾ നമ്മുടെ പ്ലാനിങ്ങിന് വളരെ ആവശ്യമായി വരും. പക്ഷേ വിഷമിക്കണ്ട, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളുണ്ടല്ലോ. ഇനി നമുക്ക് ഈ വിടവുകൾ എങ്ങനെ നികത്താമെന്നും നിങ്ങളുടെ പെൻഷൻ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും നോക്കാം. ഇതിനെ നിങ്ങളുടെ പെൻഷൻ ശരിയാക്കാനുള്ളൊരു ടൂൾ കിറ്റായിട്ട് കണ്ടാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നഷ്ടപ്പെട്ടുപോയ വിഹിതം തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്കാകെ 5 വർഷത്തെ സമയമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ 2025-ലാണെങ്കിൽ നിങ്ങൾക്ക് 2021 മുതലുള്ള വിടവുകൾ നികത്താം. പക്ഷേ 2020-ലെ വിടവ് ഇനി നികത്താൻ പറ്റില്ല. അതെന്നേക്കുമായി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് സമയം ഒട്ടും പാഴാക്കാനില്ല. ഒരുപക്ഷെ ഇതിലെ ഏറ്റവും എളുപ്പമുള്ള പരിഹാരം ഇതാണ്. നിങ്ങളിപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ജോലി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജോലികൾക്കിടയിൽ ഒരു ഇടവേള എടുക്കുകയാണെങ്കിൽ വർഷത്തിൽ വെറും 530 ഫ്രാങ്ക് അടച്ചാൽ പുതിയ വിടവുകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാം. ഇത്രയും ചെറിയൊരു തുക കൊണ്ട് ഇത്രയും വലിയൊരു നഷ്ടം ഒഴിവാക്കാമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല കാര്യം. ഇതുകൂടാതെ വേറെയും ചില വഴികളുണ്ട്. നിങ്ങളൊരു 17-നും 20-നും ഇടയിൽ ഇവിടെ പഠിക്കുകയോ ചെറിയ ജോലികൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂത്ത് ഇയേഴ്സ് ഉപയോഗിച്ച് ചിലപ്പോൾ വിടവുകൾ നികത്താൻ പറ്റും. അല്ലെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞും ജോലി തുടർന്ന് ഈ കുറവ് പരിഹരിക്കാൻ ശ്രമിക്കാം. പിന്നെ എപ്പോഴും നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പരിശോധിച്ച് എന്തെങ്കിലും പിഴവുകളില്ലെന്ന് ഉറപ്പുവരുത്തുന്നതും നല്ലതാണ്. ഇനി വിടവുകൾ നേരിട്ട് നികത്താതെ തന്നെ നിങ്ങളുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില സൂത്രപ്പണികൾ നോക്കാം. ഇത് നിങ്ങളുടെ പെൻഷന്റെ അടിസ്ഥാന മൂല്യം കൂട്ടാൻ സഹായിക്കുന്ന ചില തന്ത്രങ്ങളാണ്. വിവാഹിതരായ ദമ്പതികൾക്ക് ഇതൊരു വലിയ സഹായമാണ്. പങ്കാളികളിൽ ഒരാൾക്ക് വരുമാനം കുറവാണെങ്കിൽ, ഉദാഹരണത്തിന് കുട്ടികളെ നോക്കുന്നതിനായി ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ, മറ്റേയാളുടെ വരുമാനം രണ്ടുപേർക്കുമായി തുല്യമായി വിഭജിക്കപ്പെടും. ഇത് കുറഞ്ഞ വരുമാനമുള്ള പങ്കാളിയുടെ പെൻഷൻ തുക കാര്യമായിട്ട് തന്നെ വർദ്ധിപ്പിക്കും. എന്നാൽ ഇവിടെ രസകരമായ, ഒരുപക്ഷെ കുറച്ച് വിചിത്രമായൊരു കാര്യമുണ്ട്. വിവാഹിതരായ ദമ്പതികൾക്ക് 2 പേർക്കും പരമാവധി പെൻഷൻ അർഹതയുണ്ടെങ്കിൽ പോലും ഒരുമിച്ച് 3780 ഫ്രാങ്കിൽ കൂടുതൽ കിട്ടില്ല. അതേസമയം വിവാഹം കഴിക്കാത്ത 2 പേരാണ് ഒരുമിച്ച് താമസിക്കുന്നതെങ്കിൽ അവർക്ക് 5040 ഫ്രാങ്ക് വരെ കിട്ടാം. ഇത് സിസ്റ്റത്തിലുള്ള ഒരു നിയമപരമായ വിരോധാഭാസമാണ്.
നിങ്ങൾക്ക് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ സ്വിസ് സിസ്റ്റം നിങ്ങളുടെ പെൻഷൻ കണക്കുകൂട്ടലിൽ ഒരു സാങ്കല്പിക വരുമാനം, അതായത് ഒരു ഫിക്റ്റീഷ്യസ് ഇൻകം ചേർക്കും. ഇതിനെയാണ് ചൈൽഡ് റൈസിംഗ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതായത് കുട്ടികളെ വളർത്തുന്നതിനെ ഒരു ജോലിയായി കണ്ട് അതിനൊരു മൂല്യം കൽപ്പിക്കുന്നു. നിങ്ങൾക്ക് പെൻഷനിൽ വിടവുകൾ ഉണ്ടെങ്കിൽ പോലും ഈ ക്രെഡിറ്റ് നിങ്ങളുടെ ശരാശരി വരുമാനം കൂട്ടാനും അതുവഴി പെൻഷൻ തുക വർദ്ധിപ്പിക്കാനും സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഇപ്പോൾ തന്നെ ചെയ്യാൻ കഴിയുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെഡിയല്ലേ? ഈ 5 കാര്യങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ മനസ്സിൽ വെച്ചോളൂ. 1. നിങ്ങളുടെ AHV സ്റ്റേറ്റ്മെന്റ് വാങ്ങി വിടവുകളുണ്ടോ എന്ന് പരിശോധിക്കുക. 2. ഗവൺമെന്റിന്റെ ഓൺലൈൻ ടൂളായ ഇസ്കാൽ ഉപയോഗിച്ച് നിങ്ങളുടെ പെൻഷൻ ഏകദേശം എത്ര വരുമെന്ന് കണക്കാക്കി നോക്കുക. 3. കഴിഞ്ഞ 5 വർഷത്തെ വിടവുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ പണമടച്ചത് ക്ലോസ് ചെയ്യുക. 4. ജോലിയില്ലാത്ത സമയത്ത് വർഷത്തിൽ ആ 530 ഫ്രാങ്ക് അടച്ച് പുതിയ വിടവുകൾ വരാതെ ശ്രദ്ധിക്കുക. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ സ്റ്റേറ്റ് പെൻഷനിലെ കുറവ് നികത്താൻ നിങ്ങളുടെ തൊഴിലുടമ വഴിയുള്ള പില്ലർ 2ലും സ്വകാര്യ പെൻഷൻ പ്ലാനായ പില്ലർ 3Aയിലും പരമാവധി നിക്ഷേപിക്കുക. ഈയൊരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കണം. സ്വിറ്റ്സർലാൻഡിൽ കുടിയേറി പാർത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് പെൻഷൻ കുറവായിരിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടുതന്നെ പില്ലർ 2, 3A എന്നിവയിലെ നിക്ഷേപം എന്നത് ഒരു ഓപ്ഷനല്ല, അതൊരു അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് പെൻഷൻ പൂർണ്ണമായിരിക്കില്ല എന്ന യാഥാർത്ഥ്യം നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഈ അറിവ് വെച്ചുകൊണ്ട് നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതത്തിനായി നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്? ചിന്തിക്കുക, ഇപ്പോൾ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുക.